ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 2025 അല്ലെങ്കിൽ 2025 ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതായിരിക്കും. ആക്ച്വലി ഇന്നലെ ഞാൻ 1-ാം തീയതി ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്. നമുക്ക് ഒരു മോട്ടിവേഷണൽ സ്കിൻ കെയർ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് എഡിറ്റിംഗ് ഒന്നും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ മിക്കതും ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു യൂസ്ഫുൾ പ്രൊഡക്ട്സിൻ്റെ 2025 അല്ലെങ്കിൽ 2025 നമ്മൾ കാല് കുത്തുമ്പം, അതായത് നമുക്ക് ഒരുപാട് നമ്മുടെ ഗോൾസും ഒരുപാട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മോർ വർക്ക് ലെസ് ടോക്ക് എന്ന രീതിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജോലികളും നമ്മുടെ വീടാകുമ്പോൾ കുറച്ച് ജോലികൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞവർ അല്ലെങ്കിൽ കുട്ടികളുള്ളവർക്കൊക്കെ ആകുമ്പോൾ കുറച്ചധികം ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കൊക്കെ മനസ്സിലാവാൻ പറ്റും. അപ്പോൾ അതൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് നമ്മുടെ ജോലികൾ, വീട്ടിലെ ജോലികൾ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള കുറച്ച് യൂസ്ഫുൾ തിങ്സ് അല്ലെങ്കിൽ യൂസ്ഫുൾ പ്രൊഡക്ട്സിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ സാധനം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ആ പ്രൊഡക്ട്സുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വർക്ക് ഈസി ആക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറേ പ്രൊഡക്ട്സുകൾ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അരിച്ചു പറക്കിയൊരു 10 പ്രൊഡക്ട്സുകൾ ഞാനിങ്ങനെ അരിച്ചു പറക്കി എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് നല്ല പ്രൊഡക്ട്സുകൾ തന്നെയാണ് കേട്ടോ. നമുക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല അത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ചെറിയ റേറ്റ് മുതൽ അത്യാവശ്യം റേറ്റ് വരുന്ന സംഭവങ്ങൾ വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ആ 10 പ്രൊഡക്റ്റുകൾ നോക്കാം. നമ്മുടെ നമുക്ക് വർക്ക് ടൈം കുറയ്ക്കുന്ന 10 പ്രൊഡക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓൾസോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കൂടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റാ ഐ ഡി. എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്തേക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ യൂസ്ഫുൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തുകളാണ് കേട്ടോ. നമുക്ക് റോളായിട്ട് അതുപോലെ തന്നെ അങ്ങനെ ചെറിയ കർച്ചീഫിൻ്റെ, ഞാനിവിടെ സ്ക്രീനിൽ ഫോട്ടോയോ വീഡിയോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ചെറിയ കർച്ചീഫിൻ്റെ സൈസിലൊക്കെ നമുക്ക് മൈക്രോ ഫൈബർ ക്ലോത്തുകൾ വാങ്ങാൻ വേണ്ടി കിട്ടും. ഈ മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെ വലിയ യൂസേജ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഈസിലി നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് വെക്കണം, ഡ്രെയിൻ ചെയ്യാനായിട്ട് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് വേഗം ഈസിലി വെള്ളം അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ കഴുകി തുടച്ചപ്പോൾ തന്നെ പാത്രങ്ങൾ എടുത്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ ഈസിലി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസ് ജനാലയുടെ കമ്പികളിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എത്ര നോക്കി ക്ലീൻ ചെയ്താലും അത്യാവശ്യത്തിൽ അധികം തന്നെ അവിടെ പൊടികൾ ഇങ്ങനെ കുന്നുകൂടി വരാറുണ്ട്, അല്ലെങ്കിൽ മറാലൊക്കെ. അപ്പോൾ ഈസിലി നമുക്ക് ചെറിയ മൈന്യൂട്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റാത്ത അത്രയ്ക്കും ചെറിയ പൊടികൾ വരെ നമുക്ക് ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 1-2 അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ജനാലകളൊക്കെ ഈ മൈക്രോ ഫൈബറിൻ്റെ തുണി വെച്ചിട്ടൊന്ന് പൊടി തട്ടിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മൈക്രോ ഫൈബറിൻ്റെ ഇതുപോലെ ക്ലോത്തുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മൾട്ടി പർപ്പസ് യൂസ് ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വണ്ടികൾ, കാറായിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ, എന്തായാലും കഴുകിയതിന് ശേഷം നമുക്കൊന്ന് ഒപ്പിയെടുക്കാനും അത് തുടച്ചെടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതങ്ങനെ നിന്നിട്ട് ഉണങ്ങിയാകുമ്പോൾ ഇങ്ങനെ അടയാളങ്ങൾ വീഴാറുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്രോ ഫൈബർ ക്ലോത്തുകൾ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ ഒരുപാട് മിന്ത്ര, ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ, അതുപോലെ തന്നെ ഓൾസോ നമുക്ക് ഓഫ്ലൈൻ ഷോപ്സിലും ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്, ഒരുപാട് മൾട്ടി പർപ്പസ് യൂസ് ഉള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ റോൾ സൈസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾസോ മെഷീൻ വാഷൊക്കെ മെഷീനിലിട്ടാലും ഈസിലി നമുക്ക് അതിൻ്റെ ഡേർട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റും കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ഇതുപോലുള്ള മെഷ് ഫ്രീ ആയിട്ടുള്ള ബ്രഷുകൾ വാങ്ങാൻ വേണ്ടി കിട്ടും. ആക്ച്വലി ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സോഫ സെറ്റി, അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂമിൽ വിൻഡോസിന് നമ്മൾ മൊസ്കിറ്റോ നെറ്റൊക്കെ വെക്കില്ല, അതുപോലെ തന്നെ ഡോറിന് നെറ്റൊക്കെ വെക്കില്ല. ആ നെറ്റ് മൊത്തം പൊടി കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതുപോലുള്ള മെഷ് ഫ്രീ ആയിട്ടുള്ള ബ്രഷുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്ക് നമ്മുടെ പൊടികളും കാര്യങ്ങളൊക്കെ ഈസിലി റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ മറാല തട്ടുന്ന സംഭവം ബ്രഷൊക്കെ വെച്ചിട്ടാക്കിയാലും അതിൽ എക്സസ് ആയിട്ട് നിൽക്കാറുണ്ട്. എന്നാൽ ഇത് വെച്ചിട്ട്
വെച്ച് ചെയ്യുമ്പോൾ ഈസിലി റിമൂവ് ആക്കാൻ വേണ്ടി പറ്റും നമുക്ക് എല്ലാ ടെസ്റ്റുകളും. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വാക്യൂം ക്ലീനർ യൂസ് ചെയ്യാം. പക്ഷേ വാക്യൂം ക്ലീനർ എടുത്തിട്ട് അത് പ്ലഗ് ചെയ്യാനും അങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഹാൻഡിയാണ്, വെയിറ്റ് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് പൊടികളൊക്കെ തട്ടാൻ വേണ്ടി. പിന്നെ നമ്മുടെ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, ഹോം തിയേറ്ററിൻ്റെ, നമ്മൾ വീട്ടിൽ വെക്കുന്ന ഹോം തിയേറ്ററിൻ്റെ സ്പീക്കേഴ്സിലൊക്കെ ഈസിലി നമുക്ക് ആ സ്പീക്കറിൻ്റെ സ്പോഞ്ച് ഭാഗത്തൊക്കെ പൊടികൾ കയറിയിരിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ആയിട്ട് വരുന്ന നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ മെഷ് ക്ലീനിങ് ബ്രഷ് എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്, നല്ലതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഓൾറെഡി ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ വീഡിയോസിൽ താഴെ കമൻറ്റ് വരുന്ന ഏറ്റവും ഫസ്റ്റ് കമൻറ്റ് വരുന്ന കുട്ടിയുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനിക്ക് പേഴ്സണലി വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് WD-40 എന്ന് പറയുന്ന ഈ ഒരു സ്പ്രേ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൾട്ടി പർപ്പസ് യൂസ് ഉണ്ട് ഇതിന്. പൊതുവെ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാതിൽ ഇങ്ങനെ അടയ്ക്കുമ്പോൾ കർക്കെന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ആ വാതിലിൻ്റെ ആ സൗണ്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ തുരുമ്പുണ്ട്, ഇച്ചിരി ഹാർഡായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോഴേക്കും ഈസിലി നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ കിച്ചണിലൊക്കെ വരുന്ന ടാപ്പുകൾ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ ടാപ്പുകളിൽ ഇപ്പോൾ വെള്ളം സോപ്പൊക്കെ കിടന്ന് നിന്നിട്ട് ഒരു തിളക്കില്ലാണ്ട് ഒരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ട് ഒരു റഫി ഫീൽ വരാറില്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ WD-40 ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഉണങ്ങിയ ഒരു മൈക്രോ ഫൈബറിൻ്റെ തുണി വെച്ച് നന്നായിട്ട് തുടച്ചെടുത്ത് നോക്കും. അതൊക്കെ ക്ലീൻ ആയിട്ട് നമുക്ക് നന്നായിട്ട് വെട്ടി തിളങ്ങും കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും ചെയ്യുന്നൊരു പണിയാണ് നമ്മുടെ ഗേറ്റ് ഉണ്ടല്ലോ. നമ്മുടെ ഗേറ്റ് ഇച്ചിരി വലിയ ഗേറ്റ് ആയ കാരണം കൊണ്ട് വീതിയുള്ള ഗേറ്റ് ആയതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം അടയ്ക്കാനും തുറക്കാനും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ്, നമ്മുടെ ആ ഒരു ഗേറ്റ് കൊളത്തണ ഭാഗം ഉണ്ടല്ലോ അവിടെ ഈ WD-40 ഒന്ന് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ തണ്ടിൻ്റെ അവിടേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ തുരുമ്പ് വരുന്നത് അതിനൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സോഫ, അതുപോലെ തന്നെ നമ്മുടെ ഡോറുകൾ, അതൊക്കെ ഒന്ന് മങ്ങിയിരിക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് സ്പീഡിൽ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊരു ഷൈനിങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടുതലായിട്ടും ഈ ഗേറ്റ് അല്ലെങ്കിൽ വാതിൽ അതിനൊക്കെയാണ് ഈ WD-40 യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് എനിക്ക് ഈ സംഭവം കിട്ടിയത് പിന്നെ ഇത് ഞാൻ വാങ്ങിയ പിന്നെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ലോണ്ടറി ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഇതത്ര വലിയ കാര്യമൊന്നുമല്ല, എന്നാൽ അത് വന്നേ പിന്നെ നമ്മുടെ വീട് ഇത്തിരി ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ പിള്ളേരായാലും എല്ലാവരും കൂട്ടിയിടും. അപ്പോൾ ഇങ്ങനൊരു ലോണ്ടറി ബാസ്ക്കറ്റ് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ തൊട്ടടുത്തായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുളി കഴിയുമ്പോൾ ആ ഡ്രസ്സ് അവരോട് തന്നെ അതിൽ കൊണ്ടിടാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ അല്ലെങ്കിൽ ടേബിളിൻ്റെ മൂലയ്ക്ക് അവിടെ ഇവിടെയായിട്ട് ഈ മുഷിഞ്ഞ ഡ്രസ്സ് കുന്നുകൂടി എടുക്കുന്നത് തടയാനും നമ്മളത് പറക്കി എടുത്ത് അലക്കേണ്ട ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവരെ കൊണ്ടൊന്ന് കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും ഞാനിപ്പോൾ ഇവിടെ വീട്ടിലാണെങ്കിലും ഇസേനെ കൊണ്ടും കുട്ടൂസിനെ കൊണ്ടൊക്കെ ഇപ്പോൾ ചെയ്യിപ്പിക്കാറുണ്ട്. കുളിച്ച് കഴിയുമ്പം ആ ഡ്രസ്സ് നമ്മുടെ ലോണ്ടറി ബാസ്ക്കറ്റിൽ കൊണ്ട് ഇടിപ്പിക്കും കേട്ടോ. നിങ്ങളും നിങ്ങളുടെ കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെറിയ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കും വർക്ക് പ്രഷർ കുറയും ചെയ്യും, അവരത് അങ്ങനെ യൂസ്ഡായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ വീടൊക്കെ കാണുമ്പോൾ ചെറിയ രീതിയിൽ വല്ലാണ്ട് അങ്ങോട്ട് അവിടെ ഇവിടെ തുണികളിടുമ്പോൾ എന്തായിരിക്കും വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ചില സമയത്ത് അലക്കി കൊണ്ടിട്ട് തുണിയുടെ ഇടയിൽ നിന്ന് എനിക്ക് മുഷിഞ്ഞ ഡ്രസ്സ് കിട്ടാറുണ്ട്. അപ്പോൾ അതൊന്നും ഈ സംഭവം വാങ്ങിയ പിന്നെ വരാറില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ലോണ്ടറി ബാസ്ക്കറ്റ് ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ളതിനെ നോക്കി വാങ്ങുക, പെട്ടെന്ന് കേട് വരുന്ന സംഭവമല്ലല്ലോ. അപ്പോൾ നമ്മൾ നനയുന്നതൊന്നുമല്ല. അപ്പോൾ ഇത്തിരി വലുത് നോക്കി ഈ എയർ ഹോൾസ് ഒക്കെ ഉള്ളത് നോക്കി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ വാങ്ങിയിട്ടുള്ളതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അഞ്ചാമത്തെ യൂസ്ഫുൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് ഗ്രേറ്റർ ആണ് കേട്ടോ. ഇത് വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് കിച്ചണിൽ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ അലർജിയുടെ ഇഷ്യൂ ഉള്ള കാരണം എനിക്ക് തേങ്ങ ചേരുമ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടല്ല അങ്ങനെ സംഭവം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തേങ്ങ ഇരുന്ന് ചിരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈ നാളികേരം ചിരണ്ട ഈ കോക്കനട്ട് ഗ്രേറ്റർ വന്നതിൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഇത് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കൈയൊന്നും മുറിഞ്ഞൊന്നും പോയില്ല. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഈസിലി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് തന്നെ കിച്ചണിൽ ഇപ്പോൾ നാളികേരം വെച്ചിട്ട് കറികൾ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഈ അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കാനൊക്കെ നാളികേരം ഒരുപാട് വേണമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരുപാട് തേങ്ങ കൊണ്ടുള്ള ഉണ്ടാക്കുന്ന പലഹാരമൊക്കെ നിർത്തി മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇത് വന്നേ പിന്നെ അത് ഒരു പണിയായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്ക് ചിരണ്ടാൻ നിൽക്കണ്ട, ഇത് ജസ്റ്റ് വെച്ച് തിന്നിട്ട് നമ്മൾ കറണ്ടിൽ കുത്തിയിട്ട് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് ആയാലും മുസമ്പി ആയാലും ജ്യൂസ് എടുക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിൽ നമുക്ക് 2000 സംതിങ് ഉണ്ട്, എന്നാലും നമുക്ക് വർത്താണ്. നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്, ഒരുപാട് സമയം ലാഭിക്കുന്ന പോലെ ഒരുപാട് ജോലികൾ കഴിയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സംഭവം ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുവാണെങ്കിൽ മസ്റ്റായിട്ട് കിച്ചണിലോട്ട് വാങ്ങിക്കേണ്ട ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ ഈ നാളികേരം ചേരേണ്ടുന്ന ഈ കോക്കനട്ട് ഗ്രേറ്റർ കേട്ടോ.
അടുത്ത് നമ്മുടെ ആറാമത്തെ യൂസ്ഫുൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞ് ഈ അമ്മിക്കുഴയാണ് കേട്ടോ. ഈ അമ്മിക്കുഴയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ ഇടിക്കലിൽ എല്ലാവരുടെ വീട്ടിലുണ്ട്. പക്ഷേ ഇതിനൊരു ഇതുപോലുള്ള ഒരു കോട്ടിങ് വരുന്ന കാരണം, ഒരു ലിഡ് വരുന്ന കാരണം, ഈ പച്ചമുളക് കുത്തിച്ചതച്ചുണ്ടാകുന്ന ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കപ്പയുടെ കൂടെ കഞ്ഞിയുടെ കൂടെ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അതിനൊരു കൈപ്പ് രസമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചതച്ചെണ്ണ ഉണ്ടാക്കണം. ഉള്ളി, മുളകും, പുളിയും, വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ അത് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുത്തി ചതയ്ക്കുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ചുറ്റും തെറിച്ചിട്ടേ പുകഞ്ഞ് നേരി വല്ലാത്തൊരു പുകച്ചിലാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഉള്ള ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ ഇടിക്കല്ലെന്ന് പറയുന്നത്. ഇത് നല്ലതാണ് വളരെ. നമുക്ക് ഒട്ടും തന്നെ മേത്തേക്കും കൈമയ്ക്കും മോത്തേക്കൊന്നും ഉള്ളിയുടെ നീരോ പച്ചമുളകിൻ്റെ നീരോ ഒന്നും തെറിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഇടിക്കല് വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇച്ചിരി വില കൊടുത്താലും ഇങ്ങനത്തെ വാങ്ങുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാത്തിലും യൂസ്ഫുൾ എന്ന് എടുത്ത് പറയുന്നത്, നമുക്ക് ഇന്നത്തെ എല്ലാ പ്രൊഡക്റ്റുകളും വളരെ യൂസ്ഫുൾ ആണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. ഈ കാണുന്ന ബാത്റൂം ക്ലീനിങ് ബ്രഷസ് ആണ്. ഇങ്ങനത്തെ ബ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാത്റൂമിൽ തന്നെ ഹുക്ക് ചെയ്തിട്ട് ഹാങ് ചെയ്തിടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ്, ഇത് വന്നേ പിന്നെ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെക്കേണ്ടി വരാറില്ല. അതായത് അപ്പോൾ നമ്മളുടെ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാൽമഴക്കൊക്കെ ആയിട്ട് ബാത്റൂമിൽ കയറുമ്പോൾ ഡെഫിനറ്റ്ലി ചെളി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ വാഷ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കുളിക്കുന്ന സമയത്ത് ബ്രഷ് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യാനും പെട്ടെന്ന് തന്നെ നമുക്ക് എപ്പോഴും ബാത്റൂം ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് വൈപ്പറും കൂടി ഉള്ള കാരണം ബാത്റൂം എപ്പോഴും ഡ്രൈ ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ ഈ നല്ല ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ട് എപ്പോഴും ബാത്റൂം കിടക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബാത്റൂം ബ്രഷസ് എല്ലാ ബാത്റൂമിലും നിർബന്ധമായിട്ടും ഒരെണ്ണം വെക്കേണ്ടതാണ്. അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ വാങ്ങിയില്ലെങ്കിൽ ഈ സംഭവം എല്ലാ ബാത്റൂമിലും ഒരു ബാത്റൂമിലെങ്കിലും നിർബന്ധമായിട്ട് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാ റൂമിലോട്ടും വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ബാത്റൂം ബ്രഷാണ്. ഈസിലി നമുക്ക് ചീപ്പ് റേറ്റിനൊക്കെ മീഷോയിലും എല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്നതാണ് ഈ കാണുന്ന വാൾ ഹുക്സ്. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ചുമരയിൽ ഇങ്ങനെ ആണിതറയ്ക്കുക, അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഹോളൊക്കെ വന്നിട്ട് ആകെ എന്താ പറയുക മെസ്സായ പോലെ, ആകെ വൃത്തികേടായ പോലെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്റ്റിക്കി വാൾ ഹുക്സുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലായിക്കോട്ടെ, ബാത്റൂമിലായിക്കോട്ടെ, ബെഡ്റൂമിലായിക്കോട്ടെ, ഈവൻ ദോ നമ്മുടെ വാർഡ്രോബിൻ്റെ ഉള്ളിലായിക്കോട്ടെ, എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈസിലി ഇതിൻ്റെ സ്റ്റിക്കർ പീൽ ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള എന്ത് പ്രൊഡക്റ്റ്, അത്യാവശ്യം വെയിറ്റ് ഉള്ളതൊക്കെ ഇതിൽ നമുക്ക് ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റും. ബാത്റൂമിലായിക്കോട്ടെ, നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ, ടോയ്ലറ്റ് ക്ലീനിങ് ബ്രഷ്, നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോർ ക്ലീനിങ് ബ്രഷ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. കിച്ചണിലായാലും നമ്മുടെ സ്പാച്ചുലാസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കിട്ടും. നമുക്ക് വാൾ ഫ്രെയിമുകൾ ഹുക്ക് ചെയ്യണ സംഭവം, അതുപോലെ തന്നെ പല വെറൈറ്റികളുണ്ട്. നമ്മൾ ഫെയറി ലൈറ്റ്സ് ഒക്കെ ഇടാനായിട്ട് പല വെറൈറ്റിയിൽ വരുന്നുണ്ട്. എല്ലാം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 1-2 ഇപ്പോൾ ഫെയറി ലൈറ്റ്സ് ഇടുന്നത്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഹാങ് ചെയ്യുന്നതൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആണി തറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് സ്വയം നമുക്കതൊന്ന് സ്റ്റിക്ക് റിമൂവ്, അതിൻ്റെ ബാക്കിലത്തെ ആ ഒരു ഷീറ്റ് റിമൂവ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് കിച്ചണിലോട്ട്, അമ്മമാർക്കായാലും കിച്ചണിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു പ്രൊഡക്റ്റാണ് കിച്ചൺ ഡ്രെയിനിങ്, അല്ലെങ്കിൽ ഡിഷ്, അത് പാത്രങ്ങൾ ഡ്രെയിൻ ചെയ്യുന്ന ഒരു ബാസ്ക്കറ്റ്. ഈ ഒരു ബാസ്ക്കറ്റ് കേട്ടോ. ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വാങ്ങുമ്പോൾ നിങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ നോക്കി വാങ്ങാം. പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നുണ്ട്, അത് വാങ്ങരുത്. അത് കുറച്ച് കഴിയുമ്പോൾ പൊടിഞ്ഞ് ഇങ്ങനെ പൊട്ടിയൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ച് റേറ്റ് കൊടുത്താലും നമ്മൾ സ്റ്റീലിൻ്റെ നോക്കി വാങ്ങാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ നോക്കി വാങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ തുരുമ്പ് പിടിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ട്രേ ഉള്ളതുണ്ട്, ഇത് രണ്ടും നോക്കി നിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിൽ വെക്കാനുള്ള ഒരു സ്പേസിലോട്ട് നോക്കിയിട്ട് അളവ് നോക്കി വാങ്ങാം. അടുത്തതായിട്ട് വരുന്നതാണ് ആപ്രോൺ ആണ്. നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോഴൊക്കെ നമ്മുടെ ഡ്രസ്സിന്മേൽ വെള്ളം തെറിക്കാണ്ടിരിക്കാനും ഡ്രസ്സ് വൃത്തികേടാവാണ്ടിരിക്കാനും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ആപ്രോൺസ്. നമ്മൾ കിച്ചൺ ആപ്രോൺസ് വാങ്ങുമ്പോൾ മുകളിൽ കോട്ടൺ ആയിട്ടും അടിയിൽ പ്ലാസ്റ്റിക് കോട്ടിങ് ആയിട്ടുള്ളത് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സിൽ വെള്ളം തെറിക്കും. ഇത് എപ്പോഴും പാത്രം കഴുകുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സിൽ മുഴുവൻ എപ്പോഴും അതിൻ്റെ ഗോതമ്പ് പൊടിയൊക്കെ ആയിട്ട് വൃത്തികേടാവാറുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇടയ്ക്ക് നമ്മൾ കടയിൽ പോകും, അവിടെ നിന്നാണ് നേരെ ഇടയിൽ ഇങ്ങോട്ട് വീട്ടിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണല്ലോ കടയിലോട്ട് പോകണം. അപ്പോൾ വീട്ടിൽ നിന്ന് ആവുന്ന ആ ഒരു നനവും ഇതൊക്കെ വെച്ചിട്ട് കടയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ആ നേരത്ത് ഡ്രസ്സ് മാറും, വേറെ ഡ്രസ്സ് എടുത്തിടണം. അപ്പോൾ അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ ആപ്രോൺസ് വാങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് നമ്മുടെ മേത്ത് വെള്ളം വരുന്നതും ചെളിയാവുന്നതും ഒക്കെ തടയാനും നമുക്ക് പിന്നെ അത് ക്ലീൻ ചെയ്താൽ മതിയല്ലോ, നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ആപ്രോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇച്ചിരി പ്ലാസ്റ്റിക് കോട്ടിങ് ഉള്ളത് നോക്കി വാങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ നനവ് ഉള്ളിലോട്ട് അബ്സോർബ് ചെയ്ത് ഡ്രസ്സ് നനയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2025 നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ വർക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കിച്ചണിൽ നമ്മുടെ വീട്ടിലൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു 10 യൂസ്ഫുൾ പ്രൊഡക്റ്റുകളുടെ
വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് വാങ്ങിയാൽ നല്ലതാവും എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഇനി ഇപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച പ്രൊഡക്റ്റിൽ എന്തെങ്കിലും വാങ്ങിയിട്ട് നിങ്ങൾക്ക് റിഗ്രറ്റ് ആയി പൊട്ടയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാലാണ് വാങ്ങുന്നവർക്ക് കുറച്ചും കൂടി നോക്കി കണ്ടൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് വരുന്ന കമൻറ്റ് പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മറ്റൊരുക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും. ചിൽ ദെൻ ടേക്ക് കെയർ, ബൈ.